ചേട്ടാ കല്യാണം വിളിയും കല്യാണക്കത്തൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കൊന്ന് ആലോചിക്കാനുണ്ട്. എന്താണ് സോബു ഈ ടൈമിൽ ഇങ്ങനെ പറഞ്ഞത്? നമ്മ ഈ നാട്ടുകാരെ മുഴുവൻ എൻഗേജ്മെന്റ് വിളിച്ച് നടത്തിയിട്ട് ഇങ്ങനെ പറയല്ലേ? അടാ ഏതായാലും നല്ല എംബിയായിട്ട് വരാം. ഹായ് സബു, ഞാൻ വൈകിയോ? ഇല്ല, 1 മണിക്കൂർ. സത്യം പറഞ്ഞാൽ ഞാൻ 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചതാ, ബസ് മിസ്സാവും. അയ്യോ അങ്ങനെ പോലെ ഞാനേ കല്യാണക്കത്തടിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. സൗബ് കൊടുത്തോ? ആ കൊടുത്തു. ഞങ്ങളൊക്കെ ഇംഗ്ലീഷിൽ കൊടുത്തത്, സൗബറിനെ എഴുതി കൊടുത്തത്. ഞങ്ങൾ മലയാളത്തിൽ, നമ്മൾ മലയാളീസ് അല്ലേ ഏട്ടാ? അയ്യേ മലയാളത്തിലാ? ഞങ്ങൾക്ക് ഇംഗ്ലീഷാണ് കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് ഈ കോഴിക്കൽ ഭാസ്കർ നേരുടെ മകൻ മലയാളത്തിലൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ നാട്ടുകാരെന്ത് വിചാരിക്കും? ഞങ്ങളൊക്കെ കുറച്ച് അന്തസ്സുള്ള ടീമിലാണ്. സബുന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞങ്ങൾ കുറച്ച് സ്റ്റാൻഡുള്ള ടീം ആയതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഏത് മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത മാസം 10-ാം തീയതി ഈ കോഴിക്കൽ ഭാസ്കർ നായരുടെ മരുമകളായിട്ട് ഈ സൗബറിനെ എന്ന സൗബു കോഴിക്കൽ തറവാടിലേക്ക് കടന്നു വരികയാണ്. ചേട്ടാ നല്ല വെയിൽ, നമുക്ക് അവിടെ പോയിരുന്നാലാ? അയ്യേ അവിടെ നിറച്ച് ലോക്കൽസ് കയറിയുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ കോഴിക്കൽ ഭാസ്കർ നായരുടെ മകൻ അവിടെ ഒന്നും കയറി കയറില്ല. ഏത് സൗബ് മനസ്സിലായ കാര്യങ്ങൾ? എടാ അതാ കോഴി ഭാസ്കരൻ പറഞ്ഞേ. എൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കാട്ടുകോഴിയാണ്. ഇവനും ഒരു കുഞ്ഞു കോഴിയാണെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. അടാ പെങ്കൊച്ചനാടാ, ഏതൊരു പെങ്കൊച്ചടിച്ചിട്ടുണ്ടെന്നേക്കേണ്ടത്. നമുക്കൊന്ന് വെറുതെ ഒന്ന് മുട്ടി നോക്കിയതാ. വേണ്ടെന്ന്. ഏയ് ഇടയ്ക്ക് രാജേഷേ. അയ്യോ ഉണ്ണിച്ചാട്ടെ. ചേട്ടാ ആരോ വിളിക്കണ്ടല്ലോ. ഹേയ് അതന്നല്ല, എത്ര രാജേഷ് വേറുണ്ട്. വാ നമുക്ക് അങ്ങോട്ട് പോവാം. കണ്ടാ മൈൻഡ് ചെയ്യാത്തണ്ടോ? എടാ കോഴി രാജേഷേ, വാ വാ വാ. എടാ എടാ അവനാണെങ്ങനെ അടാ ഏതായാലും നല്ല എംബിയായിട്ട് വരാം. ഒന്ന് വേഗം നടക്ക് സൗബു. ഉപ്പോളം ഉപ്പുസോട്ടുണ്ട് ഞാൻ വാങ്ങിച്ചരാ. പോലടാ കോഴി, നിനക്കെന്താണ് ഇത്ര ധൃതി? കോഴി എന്ന് വിളിച്ച ഇഷ്ടായില്ലേ? എൻ്റെ പുണ്ണിയുടെ നാണം കരുത്, ഞാൻ മന്തി വാങ്ങിച്ചരാം പ്ലീസ്. നിന്നെ കോഴി എന്ന് വിളിച്ചിട്ടാണോ? എടാ നിന്റെ അച്ഛൻ ഭാസ്കരൻ കോഴി, നിന്റെ ഇളയച്ഛൻ സോമൻ കോഴി, നീ രാജേഷ് കോഴി. നിങ്ങൾ മൊത്തത്തിൽ ഫാമിലി ആയിട്ട് കോഴി എന്നല്ലേ പറയണ? ഒരു കോഴി എന്ന് വിളിച്ച ഇഷ്ടായില്ല മോളെ. നിന്നെ കുറിച്ച് അറിയാമോ എന്റെ ചരിത്രമൊക്കെ? നിന്നെ ഞാൻ മര്യാദ അവിടെ നിന്ന് വിളിച്ചല്ലടാ. അപ്പൊ നീ വിളിന്ന് കേട്ടാ പോരടാ. നീ അവിടെ കിടന്ന് എന്താണ് കാട്ടിയത്? ഞാൻ വിളിച്ചിട്ടൊക്കെ മൈൻഡ് ചെയ്യണ്ടായില്ല. നീ കേട്ടില്ല ഏട്ടാ, കേട്ടില്ല. കേട്ടില്ലേ? ഉറപ്പാണോ? നിന്റെ ഫാമിലി ആയിട്ട് നിങ്ങൾ അജാടക്ക് ഒരു കുറവില്ല. അല്ല ഇതാരാ? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ സബു എന്ന് വിളിക്കും. സബു എന്ന് ഹരി വിളിക്കും. ഞാൻ വിളിക്കും. ഞാൻ നീ വിളിക്കോ? ഉള്ളതന്നെയാടാ അത്. എന്തെന്നാലും ചേട്ടൻ പേടിക്കണ്ട, ഇംഗ്ലീഷിൽ ലെറ്റർ കിട്ടിക്കാൻ ആദ്യം വിളിക്കുന്ന ചേട്ടൻ്റെ ആയിരിക്കും. ഇംഗ്ലീഷിലാ? ഇംഗ്ലീഷൊക്കെ അറിയാമോ നിനക്കൊക്കെ? പിന്നെ നടക്കട്ടെ. അപ്പോൾ സബു ഞാൻ പറഞ്ഞു വന്നത് കല്യാണക്കത്ത് കുട്ടിയെ എല്ലാവരും കല്യാണം നിരത്തി അത് വിളിച്ചോളാം എന്ന് പറഞ്ഞു. ചേട്ടാ കല്യാണം വിളിയും കല്യാണക്കത്തൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കൊന്ന് ആലോചിക്കാനുണ്ട്. അതെന്താ സബു അങ്ങനെ? ചേട്ടാ ആ ചേട്ടന്മാർ പറഞ്ഞ ചേട്ടൻ കേട്ടില്ലേ? ചേട്ടൻ എന്നോടെല്ലാം മറച്ചു വെച്ചില്ലേ? എന്ത് പറിച്ചു പറയണേ? ചേട്ടൻ്റെ വീട്ടിലെ കോഴിപ്പേര്. സബു ആരെന്ത് പറഞ്ഞു സഹിക്കും? സൗബ് ഇങ്ങനെ പറഞ്ഞ ചങ്ക് പൊട്ടി ചത്തു പോട്ടാ. എന്തായാലും ഈ കല്യാണം നടക്കൂല. ഞാൻ എൻ്റെ അച്ഛനമ്മനെയും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. എന്താണ് സൗബു ഈ ടൈമിൽ ഇങ്ങനെ പറഞ്ഞത്? നമ്മ ഈ നാട്ടുകാരെ മുഴുവൻ എൻഗേജ്മെന്റ് വിളിച്ച് നടത്തിയിട്ട് ഇങ്ങനെ പറയല്ലേ? ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചേട്ടൻ്റെ അച്ഛൻ കോഴി, ചേട്ടൻ്റെ കൊച്ചച്ഛൻ കോഴി, ചേട്ടൻ്റെ ചേട്ടൻ കോഴി, മൊത്തം കോഴിപ്പേര്. ഇനിയിപ്പോൾ നമ്മുടെ കല്യാണം ഞാൻ ചേട്ടൻ്റെ കൂടെ അടങ്ങുമ്പോൾ എനിക്കും കിട്ടുക കോഴിപ്പേര്. പിന്നെ പിള്ളേരാകുമ്പോൾ ആ പിള്ളേർക്കും കിട്ടും കോഴിപ്പേര്. എന്ത് കാര്യത്തിന് ആ പിള്ളേരെയും കൂടി കോഴിപ്പേര് വെപ്പിക്കണം? ശരി എന്നാ ചേട്ടൻ നിന്ന് കാര്യം എടുക്കണ്ട, എൻ്റെ ബസ് മിസ്സാവും. ശരി എന്നാ ബൈ. സൗബു വേണമെങ്കിൽ എൻ്റെ ആധാർ കാർഡിൽ നിന്ന് വീട്ടിൽ പേര് മാറ്റാം. സൗബു കോഴിരാജിന്റെ അച്ഛനാളാ. സൗബു നിക്ക് സൗബു, സൗബു പൊന്നെ നിക്ക് മുന്നേ. വേണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേര് മാറ്റാം. നിന്നാണ് സൗബു, നിക്ക് സൗബു. നമ്മളെ കല്യാണം അടുത്ത മാസം 10-ാം തീയതി. നാട്ടുകാരെ മൊത്തം വിളിച്ച് വാ, വേണമെങ്കിൽ വണ്ടി കയറി വീട്ടിൽ കൊണ്ടുപോകാം.